നമസ്കാരം. കണക്റ്റിംഗ് മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ബിഗ് ബോസ് സീസൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ബിഗ് ബോസ് സീസൺ 6 വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും ആരതി പൊടിയെയും കുറിച്ചുള്ള കുറച്ച് ഇഷ്യൂസ് വെളിയിലേക്ക് വന്നത്. അവർ തമ്മിൽ എന്തോ സൗന്ദര്യ പിണക്കമുണ്ടെന്നും അവർ തമ്മിൽ പിണക്കമായെന്നും ആരതി പൊടി ഇൻസ്റ്റാഗ്രാമിൽ ഡോക്ടർ റോബിനെ ഫോളോ ചെയ്യുന്നത് അൺഫോളോ ആക്കി എന്നൊക്കെയാണ്, ഫോളോ ചെയ്യുന്നില്ലെന്നും അൺഫോളോ ചെയ്തു എന്നൊക്കെയാണ് വെളിയിൽ വന്ന റിപ്പോർട്ട്. അപ്പം പലരും കമൻ്റായിട്ടും അല്ലാതെയും എല്ലാം പറയുന്ന കാര്യങ്ങൾ, അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സോഷ്യൽ മീഡിയ ആണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അവർ തമ്മിൽ ഒരു വിഷയമില്ല എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. ചിലർ പറയുന്നുണ്ട് വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞും കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ക്ലാരിഫിക്കേഷൻ അവർ തന്നിട്ടില്ല. ഇതുവരെയും ഇവർ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല. ആരതിപ്പൊടിയുടെ അക്കൗണ്ടിൽ നിന്നുമാണ് എന്താണ് സംഭവം എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ആരതിപ്പൊടിക്ക് ഒരു ഉപദേശമായിട്ട് പറഞ്ഞപ്പോൾ ആരതിപ്പൊടി അതിന് താഴെ കൊടുത്ത ആ കമൻ്റാണ് എന്തോ പ്രശ്നങ്ങളുണ്ട് ഇവർ തമ്മിൽ എന്ന് പലരെയും സംശയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ഷാലു പെയ്യാട്. ഈ ഷാലു പെയ്യാടിനെ അറിയാത്തവർ കുറവായിരിക്കാം. ഡോക്ടർ റോബിന്റെ ഒരു സുഹൃത്തായിരുന്നു, ഡോക്ടർ റോബിന്റെ സ്വന്തം സഹചാരി എന്ന് പറയാം. ആ സമയത്ത് ഫോർ ദ പീപ്പിൾ എന്നൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരുമായി ഡോക്ടർ റോബിൻ തെറ്റിപ്പിരിഞ്ഞപ്പോൾ അതിനുശേഷം ഷാലു പെയ്യാടായിരുന്നു ഡോക്ടറിന്റെ സന്തത സഹചാരി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർ ഒരുമിച്ച് പോകുന്നതും ഫോട്ടോ എടുക്കുന്നതും ആരതിപ്പൊടിയുമായി ഡോക്ടർ റോബിനുമായിട്ട് എപ്പോഴും വീഡിയോസ് എല്ലാം ഷാലു പെയ്യാട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഷാലു പെയ്യാടുമായിട്ട് എന്തോ വിഷയമായി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് ഷാലു പെയ്യാടും ഡോക്ടർ റോബിനെ വിട്ടുപോയി. ഇപ്പോൾ ഷാലു പെയ്യാടിന്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നമുക്ക് ആ സ്റ്റോറി ഒന്ന് കാണാം. ഭാര്യയും മക്കളുമായിട്ടും നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട്, എനിക്ക് വലുത് എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഭാര്യ, അമ്മ, സഹോദരി, അത് കഴിഞ്ഞ് മാത്രമാണ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഇമോജി. ഹാപ്പി വുമൻസ് ഡേ എന്നാണ് അതിനും ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ്, അതാണ് ഇപ്പോൾ വെളിയിൽ ചർച്ചയാകുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാകും, ഡോക്ടർ റോബിന്റെയും ആരതിപ്പൊടിയുടെയും വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഷാലു പെയ്യാട് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. എന്താണെന്ന് വെച്ചാൽ ആരതിപ്പൊടിയുടെ വാക്കുകൾ, ആ ഒരു മെസ്സേജിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു മെസ്സേജിൽ ആരതിപ്പൊടി കൊടുത്ത മറുപടിയും ഈ മെസ്സേജും കൂട്ടി വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അത് അവർക്കുള്ള ഒരു മറുപടിയാണ് എന്നുള്ളത്. ഷാലു പെയ്യാറിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു മറുപടി. സ്വയം പൊങ്ങികളുടെ പുറകെ ആരും പോകരുതേ. അവിഹിതം കയ്യോടെ പിടിക്കുന്ന ഭാര്യ ആകാൻ പോകുന്ന കുട്ടിയുടെ അവസ്ഥ വല്ലാത്ത വിഷമമാണല്ലോ അല്ലേ? ഈ ഒരു ദുരവസ്ഥ ഒരു പെൺകുട്ടിക്കും വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായകളെ തിരിച്ചറിയൂ ഇനിയെങ്കിലും. ഹാപ്പി വുമൻസ് ഡേ എന്നാണ് ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റോറി ഇപ്പോൾ ചർച്ചയാകാൻ കാര്യം, ഷാലു പെയ്യാടും ഡോക്ടറും ആരതിപ്പൊടിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നമുക്കറിയാമായിരുന്നു. അതിനുശേഷം ഡോക്ടറുമായിട്ടുള്ള എന്തോ അസ്വാരസ്യം, അതാണ് ഷാലു പെയ്യാട് ഡോക്ടറിൽ നിന്ന് മാറുകയും പിന്നീട് വലിയ വലിയ ചർച്ചകൾക്ക് വരെ ഇവരുടെ പ്രശ്നങ്ങൾ ഇടവരുത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ, കാര്യങ്ങളെല്ലാം. ഷാലു പെയ്യാട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് എന്ന് ഷാലു പെയ്യാട് തന്നെ സ്ഥിരീകരിക്കുന്ന പോലെയാണ് ഈ സ്റ്റോറികൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ സ്റ്റോറി കണ്ടതുകൊണ്ട് ഞാൻ മറ്റേ വിഷയവുമായിട്ട് ചേർത്ത് വായിച്ചതാണ്. തീർച്ചയായിട്ടും ഡോക്ടർ റോബിന്റെ ആരതിയുടെയും വിഷയം തന്നെയാണ് അവിടെയും ചർച്ചയാവുന്നത്. ഈ പോസ്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒരുപാട് ദിവസമൊന്നും നമുക്ക് അകത്ത് ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എന്തായാലും വെളിയിൽ വരും. ഒന്നുകിൽ ഇവർ രണ്ടുപേരും വന്ന് ഞങ്ങൾ തമ്മിൽ ഒരു വിഷയമില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുകയോ ലൈവ് വരികയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. എന്തായാലും ഇത്രയും ഒരു ചർച്ചയായ സ്ഥിതിക്ക് എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അവർ തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇവർ തമ്മിൽ പിരിഞ്ഞോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താണ്, ചെറിയ വിഷയങ്ങളാണോ, ഇവർ തമ്മിൽ ഒന്നിച്ചോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വിഷയങ്ങളൊന്നും ഇല്ലേ, എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. എന്തായാലും നമ്മളും അതറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.